UDF ഇപ്പം വലിയൊരു പ്രകടനപത്രം ഇറക്കിയിട്ടുണ്ട്. കുറേ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഇന്ദിര ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞുള്ള പ്രൊജക്റ്റ് ഉണ്ട്. പിന്നെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നൊക്കെ പറഞ്ഞ് കുറേ ഓഫറുകളൊക്കെ ഉണ്ട്. പിന്നെ 3000 രൂപയുടെ പെൻഷനും 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ്, അങ്ങനെയുള്ള പല പദ്ധതികളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്നില്ലേ? സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയുന്നത് അത് UDFൻ്റെ ഒരു ഗിമ്മിക്ക് മാത്രമാണ്, അത് നടക്കാൻ പോകുന്നില്ല, നടത്തിയാൽ തന്നെ അത് സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഗണേഷ് കുമാർ പറഞ്ഞത് KSRTC അല്ലെ തന്നെ നഷ്ടത്തിലാണ്, ഇനിയിപ്പോൾ ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ KSRTC ഇല്ല, പൂട്ടി തന്നെ തീരുമാനിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. ശരിക്കും ഒരു തമിഴ്നാട്ടിലൊക്കെ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു വാഗ്ദാനങ്ങളാണ് ഇത്. ഈ പറഞ്ഞ പോലെ ലാപ്ടോപ്പ് കൊടുക്കുക, അത് കൊടുക്കുക, സൈക്കിൾ കൊടുക്കുക, TV കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിൽ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത് കേരളത്തിൽ ഇപ്പോൾ UDF അവതരിപ്പിച്ചിരിക്കുകയാണ്. അത് കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ കാണും എന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? അല്ല, കേരളത്തിൽ വലിയൊരു ശതമാനം ആളുകൾ ലോവർ മിഡിൽ ക്ലാസ്സും അല്ലെങ്കിൽ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളാണെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ നമുക്ക് വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വികസനം എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ റോഡുകളും കെട്ടിടങ്ങളും പാലങ്ങളും അതിനെക്കുറിച്ച് മാത്രം മെട്രോ റെയിൽ, വിമാനത്താവളം എന്നൊക്കെ പറഞ്ഞ് അതുമാത്രം ഇരുന്നാൽ പോരാ. ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഒരു അത് പൊളിറ്റിക്സിൽ ലോകവ്യാപകമായിട്ട് എനിക്ക് തോന്നുന്നു അതൊരു ട്രെൻഡായിട്ട് മാറുന്നുണ്ട്. ഒരു പോപ്പുലിസ്റ്റ് പൊളിറ്റിക്സ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. ഇപ്പം ന്യൂയോർക്കിൽ സോറാൻ മന്ദാനി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ ഇതാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും ന്യൂയോർക്ക് പോലുള്ള നഗരത്തിൽ അവിടെയും ഈ ബസ് സൗജന്യം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് അവിടെ പുതിയ മേയർ എലക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അത് കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ ഇന്ത്യയിൽ മാത്രം ഉള്ളതല്ല, ലോകം മുഴുവനുള്ളതാണ്. കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. കർണാടകത്തിലും തമിഴ്നാട്ടിലും മാത്രമല്ല, ന്യൂയോർക്കിലും അമേരിക്കയിലും ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. വേറെ പല രാജ്യങ്ങളിലും ഉണ്ട്. പക്ഷേ അതെല്ലാ സിറ്റിസൺസിനും ഉണ്ട് കേട്ടോ, സ്ത്രീകൾക്ക് മാത്രമല്ല കേട്ടോ, ആണുങ്ങൾക്കും ഉണ്ട് കേട്ടോ. അതിന് വേറെ ആംഗിൾ കൂടി ഉണ്ടല്ലോ. ഇതോ എല്ലാം ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും ടാർഗറ്റഡ് ആയിട്ട് തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പലതരത്തിലുള്ള മൾട്ടി ഡയമെൻഷണൽ ആസ്പെക്ട്സ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഇപ്പം ഒരു സമൂഹത്തിൽ സ്ത്രീകൾ ജോലിക്ക് പോകാൻ വിമുഖത കാണിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്തം കുറഞ്ഞുള്ള ഒരു നാടാണ് കേരളവും ഇന്ത്യയും ഒക്കെ. ഒരു ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ പറയും, അതിൽ സ്ത്രീകളുടെ റേഷ്യോ വളരെ കുറവാണ്. അപ്പം അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻസെൻറ്റീവ്സാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. അപ്പം അതോടൊപ്പം സ്ത്രീ പദവിയെ ഉയർത്തുക എന്നുള്ളത് അത് ചെറിയ കാര്യങ്ങൾ പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയുകയാണ്, ഭക്ഷ്യസുരക്ഷാ നിയമം ഞങ്ങൾ കോൺഗ്രസ് ഗവൺമെൻറ്റാണ്, UPA ഗവൺമെൻറ്റാണ് നടപ്പാക്കിയത്. അന്ന് ചെയ്ത ഒരു ചെറിയ കാര്യം, പുതിയ റേഷൻ കാർഡ് അനുവദിക്കുമ്പോൾ അതിനു മുമ്പൊക്കെ ഗൃഹനാഥൻ്റെ പേരിലാണ് റേഷൻ കാർഡ് അനുവദിക്കുക. ഭക്ഷ്യസുരക്ഷാ നിയമം വന്നപ്പോൾ സോണിയാഗാന്ധിയുടെ പ്രത്യേകമായിട്ടുള്ള താല്പര്യപ്രകാരം നമ്മൾ ചെയ്തത് ഗൃഹനാഥകളുടെ പേരിൽ റേഷൻ കാർഡ് അനുവദിക്കാൻ തീരുമാനിച്ചു. യഥാർത്ഥത്തിൽ അതൊരു വലിയ വിപ്ലവമാണെന്ന് പറയേണ്ടി വരും. എന്താ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നേട്ടമെന്ന് ഒറ്റവാക്കിൽ പറയാൻ പറ്റില്ല. പക്ഷേ ഈ റേഷൻ കാർഡിൻ്റെ കസ്റ്റഡി ഒരു വീട്ടിൽ ഉണ്ടാകുമ്പോൾ ആ വീട് എൻ്റെയാണ് എന്നുള്ളൊരു തോന്നൽ അതൊരു വലിയ എംപവർമെൻ്റാണ്. ഇപ്പം ഇന്ത്യയുടെ മുഴുവൻ വൈവിധ്യങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ. അപ്പം ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ഇടപെടലുകൾക്ക് പോലും സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. മനസ്സിലായി. എൻ്റെ ശരിക്കുള്ള ചോദ്യം ഇതായിരുന്നു. അതായത് ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ പാലിക്കാൻ വേണ്ടിയുള്ള സാമ്പത്തിക ഭദ്രത നമുക്കുണ്ടോ എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ഫണ്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല, നമ്മൾ കടത്തിലാണ്, അതാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതും കൂടെ വരുമ്പോഴത്തേക്കിനും ഒരു അധിക ബാധ്യത വരികയല്ലേ? അപ്പോൾ ആ അധിക ബാധ്യത എന്നുള്ളത് മറ്റുള്ള ജനങ്ങൾക്ക് മേലെ ഒരു ബർഡനായി മാറുമോ? അല്ല, ഈ ചോദ്യം ഇത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന എന്ത് പദ്ധതി പ്രഖ്യാപിക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്ന സമയത്ത് ഈ ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്ന് ചോദിച്ചാൽ അൺഇമാജിനബിൾ റിസൾട്ട്സ് ഉണ്ടാക്കാൻ പറ്റി. ഒരുപക്ഷെ ലോക സാമ്പത്തിക മാന്ദ്യം ഇന്ത്യയെ വേണ്ട രീതിയിൽ ബാധിക്കാതെ പോയതിന് പോലും ഇതൊരു കാരണമാണ്. കാരണം ആളുകളുടെ പർച്ചേസിംഗ് പവർ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാൻ സാധിച്ചു. അതുവഴി ലോക്കൽ ഡിമാൻഡ് വർദ്ധിച്ചു, അതുവഴി പ്രൊഡക്ഷൻ വർദ്ധിച്ചു, സാമ്പത്തിക
വിനിമയങ്ങൾ നടന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ വലിയ പരിക്കില്ലാണ്ട് മുന്നോട്ട് പോയി. അപ്പോൾ ഇത്തരത്തിലുള്ള ചില ഇൻസെൻറ്റീവ്സും ചില എന്താ പറയുക അത്തരത്തിൽ സമൂഹത്തിലേക്ക് ചില ഫീഡിങ്ങും ഇവരുടെ പർച്ചേസിംഗ് പവർ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലും അത് സമൂഹത്തിൽ മൊത്തത്തിൽ ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ സാമ്പത്തിക വളർച്ച യഥാർത്ഥത്തിൽ എൻഹാൻസ് ചെയ്യാണ് ചെയ്യുക. അതേസമയം ഈ പണം മുഴുവൻ ഒരു അദാനിയുടെയും അംബാനിയുടെയും കൈകളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ക്രോണിക് ക്യാപിറ്റലിസം ആണ് ഇപ്പോൾ മോദി ഗവൺമെൻറ് ഒക്കെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതല്ല വേണ്ടത്. കുറച്ചൊക്കെ ക്യാപിറ്റലിസം വേണം. ക്യാപിറ്റലിസം എന്നുള്ള ആശയമല്ല ഞാൻ പറഞ്ഞ വാക്കുകൾക്ക് അതിൻ്റേതായിട്ടുള്ള വ്യത്യാസമുണ്ട്, പ്രാധാന്യമുണ്ട്. ക്യാപിറ്റലിസം വേറെ, ക്രോണി ക്യാപിറ്റലിസം വേറെ. ഇന്ത്യയുടെ മുഴുവൻ സമ്പത്തും ഈ പറയുന്ന ചുരുക്കം ചില ആളുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പം ഉണ്ടാകുന്നത്. ഒരു ഇൻകം ഇനീക്വാലിറ്റി ഉണ്ടാവുന്നു, വലിയ രീതിയിൽ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഉണ്ടാവുന്നു. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അത് പറയുമ്പോൾ ബ്രിട്ടീഷ് രാജ് കാലത്തേക്കാൾ ഇന്ത്യയിൽ ഇൻകം ഇനീക്വാലിറ്റീസ് വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം അത് പോരാ. ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പറയാറുണ്ട്. നീതിപൂർവകമായ സമ്പത്തിൻ്റെ പുനർവിതരണം. അതിനുവേണ്ടി ഇത്തരത്തിലുള്ള പദ്ധതികൾ വേണ്ടി വരും. അത് തൊഴിലുറപ്പ് പദ്ധതി വേണ്ടി വരും. അതിൽ ഇത്തരത്തിലുള്ള സോപ്സ് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ വേണ്ടി വരും. പെൻഷൻ, ക്ഷേമ പെൻഷൻ നൽകേണ്ടതായിട്ട് വരും. പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ടതായിട്ട് വരും. സബ്സിഡികൾ നൽകേണ്ടതായിട്ട് വരും. അതൊക്കെ ചേരുന്നതാണ്. ഉദാഹരണം കേരളത്തിലെ ഒരു വർഷം 2 ലക്ഷം കോടി രൂപയോളം വരുന്നൊരു ബജറ്റാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ആ ബജറ്റിനെ ശരിയായ രീതിയിൽ നമ്മൾ മാനേജ് ചെയ്താൽ ഇതിനൊക്കെ പൈസ ഉണ്ടാക്കാൻ പറ്റും, കണ്ടെത്താൻ പറ്റും അതിനകത്തുനിന്ന് തന്നെ.